വോട്ടിന് ഞങ്ങൾ എല്ലാവരോടും ചോദിക്കും. അത് ചാപ്പ കുത്താൻ പറ്റില്ല. വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ ഞങ്ങൾ വോട്ടിന് ചോദിക്കും. വോട്ടർ പട്ടികയിലുള്ള ആൾക്കാർക്ക്, ഇഷ്ടമുള്ള ആൾക്കാർക്ക് വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യാം. എസിനെ എതിർക്കുന്നത് പോലെ തന്നെ ഇത്തരം സംഘടനകളുമായി യാതൊരു ബന്ധവും ഞങ്ങൾക്കില്ല. അതിൽ നല്ല വിശ്വാസത്തിൽ വിശ്വസിക്കുന്ന ഒരുപടി ആൾക്കാരുണ്ട്. അവരെ കൂടി അഡ്രസ്സ് ചെയ്യണം ഞങ്ങൾ. അവരുടെയും കൂടി മനസ്സ് മാറ്റിയെടുക്കണം. അതിനുള്ളൊരു വേദി കൂടിയാണ് ഇലക്ഷൻ. മുൻ മന്ത്രിയും മുതിർന്ന CPM നേതാവുമായ AK ബാലനാണ് എന്നോടൊപ്പം ഉള്ളത്. ഇനിയിപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ദിവസങ്ങൾ മാത്രമാണുള്ളത്. ഏറ്റവും അവസാന സമയത്ത് CPM SDPയുടെ പിന്തുണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് സജീവമായി ഉള്ളത്. അങ്ങനെ SDPയുടെ പിന്തുണ വേണ്ട എന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെ ആരും പറയുന്നുമില്ല. അല്ല, ഈ ചോദ്യം ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസമായല്ലോ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ജമാഅത്തെയും UDFും തമ്മിലുള്ള ബന്ധം മറനീക്കി പുറത്തു വന്നു. വഴിവിട്ട മാർഗങ്ങൾ UDF സ്വീകരിച്ചതിൻ്റെ ഭാഗമായി മതനിരപേക്ഷമായി ചിന്തിക്കുന്ന ജനങ്ങളിൽ, വോട്ടർമാരിൽ വലിയ അസംതൃപ്തിയാണ് UDFിനെതിരായിട്ടുണ്ടായിട്ടുള്ളത്. മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു പൊളിറ്റിക്കൽ ധാരണയിലെത്തിയതിന് ശേഷമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് ജമാഅത്തേക്ക് കൊടുത്തത്. യഥാർത്ഥത്തിൽ ആ ഒരു പശ്ചാത്തലത്തിലാണ് EK സുന്നിയും AP സുന്നിയും രണ്ട് വിഭാഗങ്ങളും ഏകകണ്ഠ്യേന ഒരു പ്രമേയം ഇതിനെതിരായിട്ട് കൊണ്ടുവന്നത്. മാത്രമല്ല, ഒരു 3 ആഴ്ച മുമ്പെയുള്ള ദീപികയുടെ എഡിറ്റോറിയലിലും അതിശക്തമായിട്ടുള്ള വാണിംഗ് കോൺഗ്രസ്സിന് കൊടുത്തു. ഈ ജമാഅത്തേക്ക് അവരുടെ മുഖം നിങ്ങൾ വൈറ്റ് വാഷ് ചെയ്യാൻ തീരുമാനിച്ചാൽ ഇതിൻ്റെ അടിവേരാണ്, കോൺഗ്രസിൻ്റെ അടിവേരാണ് നഷ്ടപ്പെടാൻ പോകുന്നത് എന്ന്. അത്തരമൊരു പശ്ചാത്തലത്തിലാണ് താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ച ഈ ആരോപണം LDFിനെതിരായിട്ട് വന്നത്. SDPI ആർക്കാണ് പിന്തുണ കൊടുക്കുന്നത് എന്ന് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ആകെ മഞ്ചേശ്വരമാണ് UDFിന് അനുകൂലമായ ഒരു തീരുമാനം അവർ പ്രകടമായി പറഞ്ഞത്. ഇപ്പം അവർ പറയുന്നത് ഏതെങ്കിലും ഒരു മണ്ഡലമായിട്ട് ഞങ്ങൾ ഒതുങ്ങി നിൽക്കില്ല, പൊതുവിൽ ഞങ്ങളൊരു തീരുമാനം എടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അവരതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തീരുമാനവും ഇന്നേ വരെ എടുത്തിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആദ്യം നിന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോഴുള്ളത്. ഭൂരിപക്ഷ വർഗീയതയായാലും RSS ആയാലും സംഘപരിവാർ ആയാലും മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് വരുന്ന വർഗീയ വിഭാഗങ്ങളായാലും ഈ രണ്ട് വിഭാഗത്തിനുമെതിരായ ശക്തമായ ഞങ്ങളുടെ മതനിരപേക്ഷ നിലപാടിൽ ഒരു രൂപത്തിലും ഞങ്ങൾ മായം ചേർത്തിട്ടില്ല. അപ്പം നിങ്ങൾ ഇടക്കിടക്ക് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ വോട്ട് വേണോ വോട്ട് വേണ്ടി, ഇനിയിപ്പോൾ നിങ്ങളെ ചോദ്യം വരാൻ പോകുന്ന അതാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ പറയുക, വോട്ട് എന്ന് പറയുന്നത് വോട്ടർ പട്ടികയിലുള്ള വോട്ടർമാർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അവരോട് വോട്ടിന് ചോദിക്കാനുള്ള അവകാശം ഭരണ പ്രതിപക്ഷ ഭേദമന്യേ അവർക്കുമുണ്ട്. അപ്പോൾ ഈ ചോദിക്കാനുള്ള അവകാശവും കൊടുക്കാനുള്ള അവകാശവും നിഷേധിക്കാൻ നമുക്ക് അധികാരമില്ല. ഇപ്പോൾ നിങ്ങളുടെ മീഡിയ വൺ നിങ്ങളെ വീട്ടിൽ കയറിയിട്ട് നിങ്ങൾ സ്വാഭാവികമായിട്ടും ജമാഅത്തിൻ്റെ ഒരു അനുഭാവിയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരിയാവാൻ തെറ്റാകാം. പക്ഷെ നിങ്ങളുടെ വീട്ടിൽ കയറിയിട്ടും വോട്ടിന് ചോദിക്കും. വോട്ടിന് ചോദിക്കണ്ട എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ഒരു തീരുമാനം വ്യക്തമായി എടുത്തിട്ടുണ്ട്. വോട്ട് വേണ്ട, വോട്ടിന് ചോദിക്കരുത്, ആ ഒരു നയം ഞങ്ങൾക്കില്ല. എല്ലാ വിഭാഗം ആൾക്കാരുടെയും വോട്ടർ പട്ടികയിലുണ്ടെങ്കിൽ ചോദിക്കും. അതേ സമയത്ത് ഇങ്ങനെ വോട്ടർ പട്ടികയിലുള്ള വോട്ടർമാർ ഏതെങ്കിലും മതതീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണെങ്കിൽ ആ സംഘടനകളോട് ഞങ്ങളുടെ രാഷ്ട്രീയമായ നയവും വ്യക്തമാക്കും. അത് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്.
അപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയൊരു സംശയത്തിൻ്റെ ആവശ്യമേ ഇല്ല. ഈ വ്യക്തികളോടല്ലല്ലോ ഈ ഒരു സംഘടനയ്ക്ക് പിന്തുണ നൽകുക എന്നുള്ളത്. ഇപ്പോൾ നേമത്ത് വി ശിവൻകുട്ടിക്ക് അവർ പ്രഖ്യാപിച്ചു, ഈ LDF സർക്കാരിനെ പുകഴ്ത്തുകയും പ്രതിപക്ഷ നേതാവിനെ വിമർശിക്കുകയുമാണ് അവരുടെ സംസ്ഥാന പ്രസിഡന്റ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അവർക്ക് കൂടുതൽ അനുഭവം, അവർക്ക് വോട്ട് ചെയ്യാൻ സാധ്യത കൂടുതൽ ഇടതുപക്ഷത്തിനാണ് ഉള്ളത്. അങ്ങനെ വരുമ്പോൾ അവരുടെ ഈ വോട്ട് എന്ന് പറയുന്നത് വ്യക്തി കേന്ദ്രീകൃതമല്ല, അവരുടെ സംഘടനാ തീരുമാനപ്രകാരം ഇടതുപക്ഷത്തിന് ചെയ്യുന്നു. അല്ല, വോട്ട് ചെയ്യുന്നതിന് ഞങ്ങളാരും എതിരല്ല, വോട്ട് ചെയ്യുന്നതിനും എതിരല്ല, വോട്ട് ചോദിക്കുന്നതിനും എതിരല്ല. ഇത് നിങ്ങൾ ഈ വോട്ടിലേക്ക് നിങ്ങൾ ഘടിപ്പിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താന്ന് പറഞ്ഞാൽ, വോട്ട് വേണ്ട എന്ന് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നതിൻ്റെ അർത്ഥം ഒരു വിഭാഗത്തിനോട് ഒട്ടി നിൽക്കുന്ന ജനവിഭാഗത്തെ അപമാനിക്കാനുള്ളതാണത്. RSS ആയാലും അല്ലെങ്കിൽ ജമാഅത്തെ ആയാലും ഇതിലെല്ലാം തന്നെ വിശ്വസിക്കുന്ന ആൾക്കാർ എല്ലാം, കുറച്ച് ആൾക്കാർ തീവ്രമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. അതിൽ നല്ല വിശ്വാസത്തിൽ വിശ്വസിക്കുന്ന ഒരുപടി ആൾക്കാരുണ്ട്. അവരെ കൂടി അഡ്രസ്സ് ചെയ്യണം ഞങ്ങൾ, അവരുടെയും കൂടി മനസ്സ് മാറ്റിയെടുക്കണം. അതിനുള്ളൊരു വേദി കൂടിയാണ് ഇലക്ഷൻ. അല്ലാതെ ഇങ്ങനെ കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്ത് ഇത് തീവ്രവാദികൾ, ഇത് വർഗീയവാദികൾ, നിങ്ങളുടെ വോട്ടേ ഞങ്ങൾക്ക് വേണ്ട, നിങ്ങളോട് വോട്ട് ഞങ്ങൾ ചോദിക്കുകയില്ല, നിങ്ങൾ വോട്ട് തരാമെന്ന് പറഞ്ഞാൽ പോലും ഞങ്ങൾക്ക് വേണ്ട. അങ്ങനെ ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു തീരുമാനം എടുക്കാൻ ഒരാൾക്കും കഴിയില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കഴിയില്ല. ഇപ്പോൾ അവർ നയം പൊളിറ്റിക്കലായി അവർ വ്യക്തമാക്കിയിട്ടില്ല. വ്യക്തമാക്കുമ്പോൾ ഞങ്ങളുടെ ലീഡർഷിപ്പ് വ്യക്തമാക്കും എന്താണെന്നുള്ളത്. ഇതേ കാര്യം തന്നെയല്ലേ വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ അത് ഈ മാറാട് ആവർത്തിക്കുമെന്ന് അങ്ങ് അടക്കം പറഞ്ഞതാണ്. അപ്പോൾ അതായത് UDFന് വെൽഫെയർ പാർട്ടി പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സംഘടന പ്രഖ്യാപിക്കുമ്പോൾ അവർ വർഗീയമാകുകയും SDPI അടക്കം LDFനെ പിന്തുണയ്ക്കുമ്പോൾ അത് ഒരു സ്വാഭാവികമായി മാറുന്നത് എങ്ങനെയാണ്? ചോദിച്ച തന്നെ ചോദ്യം ചോദിക്കണ്ട, നിങ്ങളാണല്ലോ ഈ ടെസ്റ്റ് ചെയ്തിട്ട് അനാവശ്യമായിട്ടുള്ളൊരു ചർച്ച എൻ്റെ ഒരു പരാമർശവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പറയാത്ത കാര്യം തെറ്റായ വ്യാഖ്യാനം കൊടുത്ത് നിങ്ങൾ കൊണ്ടുപോകും. അപ്പോൾ ഞാൻ വ്യക്തമാക്കിയത് ഏത് പാർട്ടി ഭരിക്കുമ്പോഴും അതിൽ വർഗീയ ശക്തികൾക്ക് അല്ലെങ്കിൽ ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്ക് ഏതെങ്കിലും രൂപത്തിൽ സ്വാധീനിക്കാൻ കഴിയുമെങ്കിൽ അത്തരം കക്ഷികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഗവൺമെൻറ് ഉണ്ടാകാനേ പാടില്ല. ഇത് ഒരു കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഭാഗമായി ഞാൻ സൂചിപ്പിച്ചതാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഇവരുടെ സ്വാധീനം വന്നു കഴിഞ്ഞാൽ അത് BJP, RSS ആയാലും സംഘപരിവാർ ആയാലും BJP ആയാലും നിങ്ങളുടെ മുസ്ലിം സംഘടനകളായാലും പിന്നെ അവരുടെ നിയന്ത്രണത്തിലാകും ഭരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അത് ആഭ്യന്തരത്തെ അടക്കം, ഞാൻ പറഞ്ഞതാണ്, ആഭ്യന്തരത്തെ അടക്കം സ്വാധീനിക്കും എന്നുള്ളത് മാറാട് കമ്മീഷൻ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് എഴുതി വെച്ചതാണ്. അതിൽ ജമാഅത്തെ മാത്രമല്ല RSSനും അത് ബാധകമാണ്. അല്ല, അപ്പോൾ ഈ SDPIയുടെ വോട്ട് LDF വാങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ LDF ഒരു തുടർഭരണം വരികയാണെങ്കിൽ അവരുടെ അഭ്യന്തരത്തെ SDPI സ്വാധീനിക്കുമോ? ഇല്ല, അത് ജനങ്ങൾ, ഓരോ പാർട്ടിയിലെയും ഓരോ സംഘടനകളിലെയും ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തുന്നത് കൊണ്ട് ഏതെങ്കിലും ഒരു സംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നയപരമായി രാഷ്ട്രീയമായി എന്തെങ്കിലും ഒരു എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളീ പറഞ്ഞത് നടക്കൂ. ഞങ്ങൾ അങ്ങനെ ഒരു എഗ്രിമെൻറ്റും ഇല്ല. UDF ആണെങ്കിൽ വ്യക്തമായി വെൽഫെയർ പാർട്ടിയുമായി എഗ്രിമെൻ്റാണ്. അവർ ഒരു പാർട്ട്ണറെ പോലെ തന്നെയാണ്. മാത്രമല്ല അവർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞു. ഒരു ഘടക കക്ഷി ആയിട്ടില്ലെങ്കിൽ പോലും ഏതാണ്ട് ഒരു ഘടക കക്ഷിയെ പോലെ തന്നെയാണ്. അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഞങ്ങൾ അങ്ങനെയുള്ള ഒരു സംഭാഷണവും നടത്തിയിട്ടില്ല, ഒരു എഗ്രിമെൻറ്റും വെച്ചിട്ടില്ല, യാതൊരു ധാരണയുമില്ല. ആദ്യം ഞങ്ങൾ എടുത്ത നിലപാട് തന്നെയാണ് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നത്. ഉറച്ചു നിൽക്കുമ്പോഴും ഞങ്ങൾ പറയും, ഇത്തരം സംഘടനകളിലുള്ള ജനങ്ങളെയെല്ലാം കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്ത് അവരെല്ലാം രാജ്യശത്രുക്കളാണ്, രാജ്യത്തിനെതിരാണ്, ഭരണഘടനയ്ക്കെതിരാണ് എന്ന് ഞങ്ങൾ മുദ്ര കുത്തൂല, ചാപ്പ കുത്തൂല. ഞങ്ങൾ അങ്ങനെ കുത്തുന്നത് തെറ്റാണ്. അപ്പോൾ അങ്ങനത്തെ അത്തരം സംഘടനകളിൽ വിശ്വസിക്കുന്ന ആൾക്കാരെ അടക്കം റിഫൈൻ ചെയ്യാനുള്ള ഒരു വേദി കൂടിയാണ് ഇലക്ഷൻ. അതുകൊണ്ട് ആ ഇലക്ഷൻ്റെ ഘട്ടത്തിൽ ഞങ്ങളുടെ ആശയങ്ങൾ എല്ലാ വിഭാഗത്തോടും പറയുന്നതോടൊപ്പം തന്നെ ഇത്തരം ശക്തികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആശയം തലക്ക് കയറിയിട്ടുള്ള ആൾക്കാരോട് ഞങ്ങൾ പറയും.
ആ പ്രക്രിയ ഒരു ഇലക്ഷൻ്റെ കാലഘട്ടത്തിൽ ഞങ്ങൾ നിർവഹിക്കുന്നുണ്ട്, അതിനിയും നിർവഹിക്കും. ഈ സമീപകാലത്ത് ജമാഅത്ത് ഇസ്ലാമുമായി ബന്ധപ്പെട്ട് താങ്കളടക്കം പലതും പറഞ്ഞിരുന്നു. അപ്പോൾ അവർ വർഗീയമാണ്, തീവ്രമാണ് എന്ന്. SDPI ബന്ധപ്പെട്ട് ഉള്ള ഒരു അഭിപ്രായം എങ്ങനെയാണ്? അവർ വർഗീയമാണോ തീവ്രമാണോ? അതേ ഈ ചോദിച്ച അതേ ചോദ്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ചോദിക്കണ്ട. ഞങ്ങൾ പറഞ്ഞല്ലോ, ഈ വർഗീയ സംഘടനകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ വ്യക്താക്കിയിട്ടുണ്ട്, ആദ്യം തന്നെ വ്യക്താക്കിയിട്ടുണ്ട്. ജമാഅത്ത് അടക്കമുള്ള സംഘടനകളുമായി അതിൽ തന്നെയാണ് ഇപ്പം ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നത്. അതാണല്ലോ ഞാൻ പറഞ്ഞത്. അത്തരം സംഘടനകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ ആദ്യം തന്നെ വ്യക്താക്കിയിട്ടുണ്ട്. RSSനെ എതിർക്കുന്നത് പോലെ തന്നെ ഇത്തരം സംഘടനകളുമായി യാതൊരു ബന്ധവും ഞങ്ങൾക്കില്ല. അതേ സമയത്ത് അവരുടെ നയം ജനാധിപത്യപരമായ ഒരു 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 സമീപനം അവർ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ നയം അന്നേരം ഞങ്ങൾ വ്യക്തമാക്കും. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്നോ അല്ലെങ്കിൽ ഇടതുപക്ഷം ഞങ്ങളുമായിട്ട് സംസാരിച്ചെന്നൊന്നും അവരും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അവരടിക്കാൻ പോയിട്ടില്ല, അവർ ഞങ്ങളടിക്കാൻ വന്നിട്ടില്ല. അവർ നിലപാടൊട്ട് വ്യക്തമാക്കിയിട്ടുമില്ല. വ്യക്തമാക്കാൻ പോകുന്നേ ഉള്ളൂ. വ്യക്തമാക്കിയതിന് ശേഷം പറയാം. ഈ UDFനെ ഒരു കക്ഷി പിന്തുണയ്ക്കുമ്പോൾ അത് ഈ തീവ്രമാവും, മറ്റേ LDFനെ പിന്തുണയ്ക്കുമ്പോൾ ജനാധിപത്യവും ആകുന്നത് എങ്ങനെയാണ്? അത് നിങ്ങൾ ഈ ചോദിച്ച ചോദ്യം തന്നെ വീണ്ടും ഈ ചോദിക്കുന്നതിൻ്റെ അർത്ഥം എനിക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല. ഇതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട CM ഇറിറ്റേറ്റ് ചെയ്തത്. വർഗീയ ശക്തികൾ മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും സിഖായാലും ഞങ്ങളുടെ നയം ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ നയത്തിൽ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അത് വോട്ടും രണ്ടും രണ്ടാണ്. വോട്ടിന് ചോദിക്കുന്നതും വോട്ട് രേഖപ്പെടുത്തുന്നതും ഇവർ വിശ്വസിക്കുന്ന ഇത്തരം സംഘടനകളോടുള്ള സമീപനവും രണ്ടാണ്. ജനങ്ങളെ നിങ്ങൾ വേറെ രൂപത്തിൽ കാണണം, സംഘടനകൾ വേറെ രൂപത്തിലും കാണണം. ഈ സംഘടനകളിൽ ഉള്ള ആൾക്കാരായിരിക്കാം, പക്ഷെ അവരെ നല്ല രൂപത്തിൽ കൊണ്ടുവരാനുള്ള സംഘടനാ തീരുമാനപ്രകാരമാണല്ലോ അവർ വോട്ട് ചെയ്യുന്നത്. അവരുടെ സംഘടനാ തീരുമാനപ്രകാരം പറഞ്ഞു കഴിഞ്ഞാലും അവർ മനസാക്ഷിക്കനുസരിച്ചിട്ട് വോട്ട് ചെയ്യും. എല്ലാവരും അവർ പറയുന്നതിനനുസരിച്ചിട്ട് വോട്ട് രേഖപ്പെടുത്തിക്കൊള്ളണമെന്നില്ല. ഇവിടെ ഇപ്പം നിങ്ങളിത് പറയുന്ന SDPI പ്രകടനം നടത്തിയിട്ടില്ലേ ഇവിടെ പാലക്കാട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ? ഇല്ല, ഉപതെരഞ്ഞെടുപ്പിൽ പ്രകടനം നടത്തിയിട്ടില്ലേ? പ്രകടനം നടത്തിയിട്ട് ഞങ്ങളാ ജയിപ്പിച്ചതെന്ന് പറഞ്ഞിട്ടില്ലേ? എല്ലാം വെറുതെ കിട്ടും അത്തരം വോട്ട്? 12,000-ഓളം വോട്ട്. ഷാഫിക്ക് 3,800 വോട്ടല്ലേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇവരുടെയും കൂടി വോട്ട് കിട്ടിയിട്ടല്ല ഇത്രയും വോട്ട് കിട്ടിയത്. അവരാണിപ്പോൾ ഞങ്ങൾക്കെതിരായിട്ട് പറയുന്നത്. ഞങ്ങൾ ഇവരുമായി കൈകോർത്തിട്ടില്ല, ഞങ്ങൾ ഇവരുമായി എഗ്രിമെൻ്റ് വെച്ചിട്ടില്ല, ഒരു രൂപത്തിലുമുള്ള സംഭാഷണം നടത്തിയിട്ടില്ല. സംഭാഷണം നടത്തുന്നുണ്ടെങ്കിൽ ഓപ്പണായിട്ട് പറയും. വോട്ടിന് ഞങ്ങൾ എല്ലാവരോടും ചോദിക്കും. അത് ചാപ്പ കുത്താൻ പറ്റില്ല. വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ ഞങ്ങൾ വോട്ടിന് ചോദിക്കും. വോട്ടർ പട്ടികയിലുള്ള ആൾക്കാർക്ക്, ഇഷ്ടമുള്ള ആൾക്കാർക്ക് വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യാം. അപ്പോൾ വെൽഫെയർ പാർട്ടിയുടെ വോട്ടാണെങ്കിലും അതിൽ തടസ്സമില്ല. എല്ലാം ഞാൻ പറഞ്ഞത് വോട്ടർ പട്ടികയിലുണ്ട്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളിപ്പം വെൽഫെയർ പാർട്ടിയാണോ നിൽക്കുന്നത്? നിങ്ങളെ വീട്ടുകാരിയിട്ട് വോട്ടിന് ചോദിക്കൂലേ? വോട്ടിന് ചോദിക്കുന്നതിന് എന്താ പ്രശ്നം? വോട്ടിന് ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടനാ വിരുദ്ധാണത്. ഞാൻ നിങ്ങളോട് പറയാം, ഇടതുപക്ഷത്തിന് നിങ്ങൾ അനുകൂലമായിട്ട് വോട്ട് ചെയ്യണം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ വെൽഫെയർ പാർട്ടിയായിട്ടുള്ള ബന്ധമാണോ അത്? അല്ല, എന്നോട് പറയുന്നത് പോലെയല്ലല്ലോ. ഒരു പാർട്ടി നേതാവിനോട് അവരുടെ പാർട്ടി സംഘടനയുടെ വോട്ട്, പാർട്ടിയുടെ വോട്ട് വേണം എന്ന് പറയുന്നത്. ഒരു പാർട്ടി സംഘടനയോടോ സംഘടനയുടെ നേതാക്കളോടോ ഞങ്ങൾ പറയില്ല, അതിലുള്ള ജനങ്ങളോട് ഞങ്ങൾ പറയും. കാരണം ആ ജനങ്ങൾ ഞങ്ങളുടെ കൂടെ വരേണ്ടതാണ്. തെറ്റായ രൂപത്തിൽ ചിന്തിപ്പിക്കുന്ന ലീഡർഷിപ്പിനെതിരായി മതനിരപേക്ഷമായി ചിന്തിപ്പിക്കാനുള്ള ബാധ്യത കൂടി ഞങ്ങൾക്കുണ്ട്. അതിൻ്റെ വേദിയാണ് ഈ ഡെമോക്രാറ്റിക് എക്സർസൈസ് ഇലക്ഷൻ എന്ന് പറയുന്നത്. അതാ ഇപ്പോൾ ഈ അഭിമന്യു വധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചർച്ചയായി വരുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തൽക്കാലം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ മറക്കാം എന്നാണോ? അഭിമന്യുവിൻ്റെ ഇതൊക്കെ നിങ്ങളിപ്പോൾ കൊണ്ടുവന്ന് ഓരോന്ന് കൊണ്ടുവരുന്നത് ഈ SDPIയുമായി ഞങ്ങൾ മുന്നണി ഉണ്ടാക്കിയിരിക്കുന്നു, അപ്പം നിങ്ങൾ ചെയ്തത് തെറ്റല്ലേ എന്ന് വരുത്താനാണല്ലോ. ഞങ്ങളൊരു മുന്നണി ഉണ്ടാക്കിയിട്ടില്ലല്ലോ, പിന്നെ ഈ ചോദ്യത്തിന് പ്രസക്തിയില്ലല്ലോ. മുന്നണി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കൃത്യമായിട്ട് ഡിഫെൻഡ് ചെയ്തിട്ട് പറയും. ഞങ്ങൾ മുന്നണി ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോൾ കുഞ്ഞാലിനെ കൊലപാതക കേസിലായിരുന്നില്ല, ആര്യാടൻ പ്രതിയായിരുന്നില്ല, അയാൾ ഇംഗ്ലീഷ് പഠിച്ച ജയിലിൽ കിടന്നിട്ട് ആ ആര്യാടനെ ഞങ്ങൾ കൊണ്ടുപോയി കുത്തിയിട്ടില്ല. അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം. ഞങ്ങളുമായി മുന്നണി ഉണ്ടാക്കിയാൽ അസലായി ഞങ്ങളുടെ രാഷ്ട്രീയം പറയും. ഇപ്പോൾ അവരുമായി ഒരു മുന്നണിയോ ഒരു അഡ്ജസ്റ്റ്മെൻറ്റോ ഇല്ലാത്തടത്തോളം കാലം ഞങ്ങൾ പറയേണ്ട ആവശ്യമില്ലല്ലോ.
മുന്നണിയില്ലെങ്കിലും ഈ തൽക്കാലത്തേക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് അവരെ ഡിഫെൻഡ് ചെയ്യും. അതും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അതിൽ വിശ്വസിച്ച ജനങ്ങളോട് വോട്ടിന് ചോദിക്കും, അപ്പീൽ ചെയ്യും ഞങ്ങൾ. അത് അവരെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റൊന്ന്, ഇപ്പോൾ ഈ ഡീൽ വിവാദം പാലക്കാടാണ് കാര്യമായി പറഞ്ഞത്. അതിൽ ഈ NMR റസാക്ക് എന്ന സ്ഥാനാർത്ഥി ഈ BJP-യിൽ നിന്ന് കാര്യമായി വോട്ട് കൊണ്ടുവരാൻ കഴിയുകയുമില്ല, UDF-ന്റെ വോട്ട് ശിഥിലമാക്കുകയും ചെയ്യാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി എന്നാണ് പറയുന്നത്. അത് ഈ NMR-ന്റെ സ്ഥാനാർത്ഥിത്വം അവർക്ക് ലേശം ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് കറക്റ്റ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ കുഞ്ഞാലിക്കുട്ടി അടക്കം പറഞ്ഞത് 3 ദിവസം മുമ്പേ ഞങ്ങളുടെ വോട്ട് ഷിഫ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ഥാനാർത്ഥിയെ നിർത്തിയെന്ന്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? UDF-ലുള്ള മുസ്ലിംസിനെ അടക്കം ഞങ്ങൾ ആകർഷിക്കുന്നു, അതിൻ്റെ ഭാഗമായി അവർക്ക് വോട്ട് കുറയുന്നു, തുടർന്ന് BJP-ക്ക് അതിനുള്ള ജയിക്കാനുള്ള സാധ്യത തെളിയിച്ചു കൊടുക്കുന്നു എന്നല്ലേ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള അധികാരമില്ലേ, അവകാശമില്ലേ? അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2016 തെരഞ്ഞെടുപ്പിൽ ഈ ഷാഫി ഇവിടെ മത്സരിച്ചില്ലേ? ഞങ്ങളാരെങ്കിലും പറഞ്ഞോ ഞങ്ങളുടെ കൂടെയുള്ള മുസ്ലിംസിൻ്റെ ഞങ്ങളെന്തായാലും ജയിക്കില്ല, അപ്പോൾ ജയിക്കുന്നത് കോൺഗ്രസ്സാണ്, അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ കൂടെയുള്ള മുസ്ലിംസിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ഞങ്ങൾ പറഞ്ഞോ? ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ അന്ന് 2021. അപ്പം ഞങ്ങൾ ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ നിർത്തിയാൽ മാത്രം നിങ്ങൾക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നന്നാല് 16, ഞങ്ങളുടെ നന്നാല് 15. അങ്ങനെ ആകാൻ പാടില്ലല്ലോ. TK നൗഷാദ് ഇവിടെ സുന്ദരസ്വാമിക്കെതിരായി മത്സരിച്ച് 91 ജയിച്ചില്ലേ? അന്നേരം ആരും പറഞ്ഞിട്ടില്ലല്ലോ മുസ്ലിമിനെ നിർത്തിയത്, നൗഷാദിനെ നിർത്തിയത് UDF-ന്റെ വോട്ടില്ലാതാകാൻ പോകുന്നു, അതിന് വേണ്ടിയിട്ടാണ് നിർത്തി. അന്നാരും പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പം നിങ്ങൾ പറയുന്നത് ലേശം ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ആ ബുദ്ധിമുട്ടവിടെ കിടക്കട്ടെ. അല്ല, ആ മണ്ഡലത്തിന്റെ ഒരു പശ്ചാത്തലമല്ലല്ലോ നൗഷാദ് മത്സരിച്ചിരുന്ന സമയത്ത് ഒരു പശ്ചാത്തലമല്ല ഉള്ളത്. UDF ആണ് ഏറ്റവും ഈ വലിയ ശക്തി, രണ്ടാമത് BJP, മൂന്നാമതാണ് LDF വരുന്നത്. അപ്പോ അത് ശിഥിലമാക്കും എന്നുള്ള ഒരു വിമർശനമാണ്. തെറ്റായിട്ടുള്ള കണക്കാണ്. ഞങ്ങളാണ് ജയിക്കാൻ പോകുന്നത്. നിങ്ങൾ പറഞ്ഞ മൂന്നാമത്തെ കക്ഷി എന്ന് പറയുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 2. ഞങ്ങൾ BJP-യും തമ്മിൽ 6000 വോട്ടിൻ്റെ വ്യത്യാസമുണ്ട്, ഞങ്ങൾ UDF-ഉം തമ്മിൽ 6000 വോട്ടിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഹിന്ദുവിൽ നിന്നും അതുപോലെ തന്നെ മുസ്ലിമിൽ നിന്നും ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വോട്ട് വരും. അത് ജാതി കൊണ്ടല്ല, ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ മേന്മ കൊണ്ടാണ്. അത് അവർക്ക് ലേശം ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 3000 ചില്ലാനം വോട്ടിൻ്റെ വ്യത്യാസമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് അവരെ പേടിപ്പിക്കുന്നത്. ആരെ? കോൺഗ്രസിനെ പേടിക്കുന്നതിൻ്റെ കാരണം 2016 3300 വോട്ടിൻ്റെ വ്യത്യാസമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. രക്ഷപ്പെട്ടു പോയത് എങ്ങനെയാണെന്ന് വെച്ചാൽ പിരായിരിയിലെ ഈ പറഞ്ഞതുപോലെ പേടിപ്പിച്ചിട്ട് വോട്ട് വാങ്ങിയല്ലേ. അത് ഈ പ്രാവശ്യം ഉണ്ടാവില്ല. ഞങ്ങളിവിടെ ജയിക്കാൻ പോകുന്നു മാത്രമല്ല, ഈ പാലക്കാട് ജില്ലയിലെ 12-ൽ 10 ഞങ്ങൾ 10ആണല്ലോ ഇപ്പോൾ ഉള്ളത്, 12 ജയിക്കാൻ പോകുന്നു. മണ്ണാർക്കാട് ജയിക്കാൻ പോകുന്നു ഞങ്ങൾ. ആ വിഷമതയിൽ നിന്ന് വരുന്നതാണിത്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പം വിറളി പിടിച്ചിരിക്കുകയാണല്ലോ പ്രതിപക്ഷ നേതാവിന്, വിറളി പിടിച്ചിരിക്കുകയാണല്ലോ. ഇപ്പോൾ എഴുതി കൊടുത്തിരിക്കുകയല്ലേ ആർക്ക്? നമ്മളെ രാഹുൽ ഗാന്ധിക്ക്. അയാൾ എന്താ പറയുന്നതെന്ന് അയാൾക്കറിയോ? പിണറായി വിജയൻ BJP സഹായിയാണെന്നുള്ള 2 തെളിവാണ് അയാൾ പറഞ്ഞത്. ഒന്ന്, ലാവ്ലിൻ കേസ് വിധി പറയുന്നതിൽ വൈകിപ്പോകുന്നു. ഒന്ന് ശബരിമല. 2 പറഞ്ഞത് ശബരിമല കോടതി പരിശോധിക്കുന്ന കേസും കോടതി അന്വേഷിച്ച് കുറ്റപത്രം കൊടുക്കുന്ന കേസുമാണത്. അതിൻ്റെ അകത്ത് ഒരാൾക്കിടപെടാൻ പറ്റില്ല. ഹൈക്കോടതി തന്നെ പറഞ്ഞില്ലേ പൊളിറ്റിക്കലായിട്ടുള്ള ഒരിടപെടലും ഇല്ല എന്നുള്ളത്. അതിൽ ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിക്കാരിയസ് ലയബിലിറ്റിയാണ്. ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫയൽ നോക്കിയാൽ എല്ലാം തെറ്റുകാരനാവും. അങ്ങനെ ഞങ്ങളെ 2 ആൾ അതിൻ്റെ അകത്ത് പെട്ടിട്ടുണ്ട്. അത് വിചാരണ കഴിഞ്ഞാൽ അതിലുള്ള യഥാർത്ഥത്തിലുള്ള കുറ്റക്കാരെ നമ്മൾ കണ്ടെത്തും. ഇവരെ സ്വീകരിച്ചത് പൂ കൊടുത്ത് സ്വീകരിച്ചത് സോണിയാഗാന്ധിയാണ്, ഞങ്ങളല്ല. പിണറായി വിജയൻ അങ്ങനെ സ്വീകരിച്ചിട്ടില്ല. ഒരു ഫംഗ്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതോ ഒരു മൂലക്ക് നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്തതിൻ്റെ അകത്താണ് പിണറായി വിജയൻ സ്വീകരിച്ചിട്ടില്ല എന്ന് ചോദിക്കുന്നത്. മറ്റേതാർക്കും കടക്കാൻ പറ്റാത്ത സ്ഥലത്ത്, സുരക്ഷിതമായ സ്ഥലത്ത് നിരവധി പോലീസുകാർ, പല രൂപത്തിലുമുള്ള
സേഫ്റ്റി ഇവരെല്ലാം മറികടന്നുകൊണ്ടാണ് സോണിയാഗാന്ധിനെ കണ്ടത്. അവരാണ് സഹായിച്ചത്. അതിനാണ് മറുപടി പറയേണ്ടത്. അതായത് പത്മകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഫയലിൽ ഉള്ള ഒരു നോട്ടക്കുറവിന്റെ പേരിൽ അങ്ങനെ അവര് കുറ്റക്കാരല്ല, അവർ പെട്ടുപോയതാണെന്നാണോ വിശ്വസിക്കുന്നത്? അതാണല്ലോ ഞാൻ പറഞ്ഞത്, കോടതി തെളിയിക്കട്ടെ. അതവർ പറഞ്ഞല്ലോ, ഫയലിൻ്റെ അകത്ത് എഴുതി വെച്ചതാണല്ലോ. താഴെ തട്ടിൽ നിന്ന് വരുന്ന ഫയലിൻ്റെ മുകളിൽ ഒരാളെ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഈ താഴെ തട്ടിൽ നിന്ന് വരുന്ന ഫയൽ ശരിയാണെന്നാണല്ലോ. അത് മന്ത്രിമാർക്കും പറ്റും. അതെന്തായാലും മെറിറ്റിലേക്ക് കടന്നിട്ട് കോടതി തീരുമാനിക്കട്ടെ. നമുക്ക് തെറ്റുകാരാണ്, ഉപ്പ് തിന്നിയോ വെള്ളം കുടിക്കട്ടെ. അതിൽ കോടതിയുടെ നിരീക്ഷണത്തിനുള്ള ഒരു കേസിൽ പോലും ഇപ്പം പറയുന്നത് എന്താ, ഞങ്ങൾ റീഓപ്പൺ ചെയ്യുന്നു. എങ്ങനെയാ പറ്റുക? പമ്പര വിഡിത്തല്ല പറയുന്നത്. ശബരിമല കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM-ൻ്റെ ആൾക്കാരെ ജയിലിലടക്കാൻ, കുറ്റവാളികളെ ജയിലിലടക്കാൻ ഞങ്ങൾ വന്നാൽ തീരുമാനിക്കുന്ന പറയുന്നത്. എന്തധികാരം? വിഡിത്തം പറയല്ലേ. ഇപ്പോൾ ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ അന്വേഷണം നടത്തി കുറ്റപത്രം കൊടുക്കാൻ പോകുന്നതിൻ്റെ വക്കീലെത്തിയൊരു കേസ് ആര് വിചാരിച്ചു കഴിഞ്ഞാൽ റീഓപ്പൺ ചെയ്യാൻ പറ്റുക? കോടതിൻ്റെ അന്വേഷണം. പിന്നെ കോടതി പറയണം റീഓപ്പൺ ചെയ്യണമെന്ന്. ആ രൂപത്തിലേക്ക് ഒരു കോടതിയും എത്തൂലല്ലോ. രണ്ടാമത് ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിചാരണ കോടതി പറച്ചു ചീന്തിയതാണ് FIR. ഹൈക്കോടതി തള്ളിയതാണ് FIR. അതിനെതിരായി CBI കൊടുത്ത ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ആ കേസ് കിടക്കുന്നത്. ആ കേസിൻ്റെ വിധിയുടെ ഫലം എന്തായിരിക്കും എന്ന് പറയുന്ന ആൾക്കാർക്കറിയാം. അതുകൊണ്ട് കേസ് ഇപ്പോൾ എടുക്കണ്ട. എന്നാൽ സുപ്രീം കോടതിയിൽ ഈ കേസ് എമർജൻസി ആയിട്ട് എടുക്കണമെന്നും പറഞ്ഞിട്ട് ഈ പ്രതിപക്ഷ നേതാവിന് ഒരു പെറ്റീഷൻ കൊടുത്തുകൂടായിരുന്നോ? സുപ്രീം കോടതിക്ക് ഞങ്ങൾക്ക് എങ്ങനെ സ്വാധീനിക്കാൻ പറ്റൂ? സുപ്രീം കോടതിയുടെ മുമ്പിൽ നമ്പർ ചെയ്തൊരു കേസിൻ്റെ അകത്ത് ഞങ്ങൾക്ക് ഇങ്ങനെയാണ് സ്വാധീനിക്കാൻ പറ്റുക? CBI അഭിഭാഷകൻ ഈ അനന്തമായി ഇത് വൈകിപ്പിക്കുന്നു, അവർ ഹാജരാകുന്നില്ല എന്നുള്ളതാണല്ലോ വിമർശനം. അതാണ് ഈ ഡീലുണ്ടെന്ന് പറയുന്നത്. ഡീലുണ്ട് എന്ന് പറയുന്ന ഈ കേസിൻ്റെ ഉള്ളടക്കം എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാലോ. ഇത് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി ഒരു ചതി മരിച്ചുകൊണ്ട് പറയാൻ പറ്റില്ല. ഇലക്ഷൻ 2005 ഇലക്ഷൻ്റെ 1995 അവസാനമാണല്ലോ ലാവിലും വരുന്നത്. 95 ഇലക്ഷൻ പ്രഖ്യാപിച്ച സമയത്താണ് ഇയാളിത് CBIക്ക് വിടുന്നത്. വിജിലൻസ്, അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള വിജിലൻസ് മനസ്സിലാക്കിക്കോളൂ, ഇത് റെഫർ ചെയ്തതാണ്. പിണറായിക്കെതിരായിട്ട് കേസെടുക്കാൻ പറ്റില്ല എന്ന്. ആ കേസിൻ്റെ അകത്താണ് ഇത് CBI ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് ഒരു കത്ത് കൊടുത്തത്. CBI പറഞ്ഞ് ഞങ്ങൾ എടുക്കില്ല, കാരണം വിജിലൻസ് കള്ളിയല്ലേ. പിന്നെ ഒരു സ്വകാര്യ അന്യായം ഹൈക്കോടതിയിൽ പോയി. അതിൻ്റെ ചരിത്രമൊക്കെ പറയുമ്പോൾ കുറേ ഉണ്ട് പറയാൻ. അതിൻ്റെ മുകളിൽ വന്ന കേസാണ്. അങ്ങനെ എടുത്തൊരു കേസായതുകൊണ്ടാണ് ട്രയൽ കോർട്ട്, CBI സെഷൻസ് കോർട്ടാണ് തിരുവനന്തപുരം, തള്ളിക്കളഞ്ഞില്ലേ, FIR കോട്ട് ചെയ്തില്ലേ. അതിനെതിരായിട്ട് ഹൈക്കോടതി പോയി, ഹൈക്കോടതി അത് കോട്ട് ചെയ്തില്ലേ. പിന്നെ അതിൻ്റെ അകത്ത് എന്ത് കേസാണുള്ളത്? ആ കേസ് നിൽക്കില്ല എന്നുള്ളത് ഈ പറയുന്നവനറിയാം. എന്നാൽ പിന്നെ പറയട്ടെ, എമർജൻസി പെറ്റീഷനും കൊടുത്തിട്ട് ഇത്രാം തീയതിക്കകം ഈ കേസ് വിചാരണ ചെയ്ത് പൂർത്തീകരിക്കേണ്ടത് എന്താ ഇവർ ഇതുവരെ പറയാണ്ടിരുന്നത്? ഇത് കേട്ടാൽ വിചാരിക്കും സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ അടുത്ത് പോയിട്ട് പിണറായി വിജയൻ ചേട്ട് പറഞ്ഞാൽ മാറ്റണം. ഈ വിഡ്ഢിത്തം പറഞ്ഞാൽ ആരോടെങ്കിലും നടക്കുമോ? ഞാൻ ചോദിക്കട്ടെ, ഈ പിണറായിക്കെതിരായിട്ടുള്ള എത്രയോ കേസുകൾ ഇവർ കൊടുത്തില്ലേ? എക്സാലോജിക്ക കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിദ്വാൻ ഭയങ്കരമായി ആളിക്കത്തിയില്ലേ? ആര്? കൊടനാടൻ കുടലും പിടിച്ച് കുറേ നടന്നില്ലേ? ഞാൻ പറഞ്ഞ മാപ്പ് പറയേണ്ടി വരും. സുപ്രീം കോടതി അവസാനം പറഞ്ഞില്ലേ ഇത്തരം കേസുമായിട്ട് നടക്കണ്ട. 2 വിജിലൻസ് കോടതി തള്ളിയില്ലേ, ഒരു ഹൈക്കോടതി തള്ളിയില്ലേ. എക്സാലോജിക്ക് ഇപ്പം എന്താ എക്സാലോജിക്കൊന്നും ഇല്ലാത്തത്? ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ അഭിമുഖം സംവാദം നടത്താൻ പോകും. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയുമോ? അത് ഈ ഞങ്ങളുടെ നാട്ടിൽ 5 മൊഞ്ചൻ എന്ന് പറയൂ, ഒരു മൊഞ്ചത്തരം പറയാൻ. കാരണം ഈ പിണറായി വിജയനെതിരായി ഞാനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകാൻ പോകുന്നത്, രമേശ് ചെന്നിത്തലയല്ല എന്ന പൊങ്ങച്ചം പറയാൻ വേണ്ടിയിട്ടാണിത്. പിണറായി വിജയൻ്റെ PA ഇല്ലേ സുനീഷ്, അവനെ വിളിച്ചു കഴിഞ്ഞാൽ, അഭിമുഖം നടത്തി കഴിഞ്ഞാൽ മുമ്പിൽ നിൽക്കാൻ പറ്റില്ല ഈ പ്രതിപക്ഷ നേതാവിന്. പിണറായി വേണ്ട. ഏത് കേസാണെന്നുള്ളത് ഈ അവസാനം
ഡാറ്റ കളക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതി എന്താ പറഞ്ഞത്? ഭരണമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണിത് എന്നാണ്. എല്ലാം തീർന്നില്ലേ? ഏതെങ്കിലും കേസുണ്ടോ? ഒറ്റ കേസില്ല. എന്നിട്ട് പറയാണ് അഖിലേന്ത്യാ നേതാവ് ഇവിടെ വന്നിട്ട്, എന്താ പിണറായിനെ ചോദ്യം ചെയ്യാത്ത എന്നെ 56 മണിക്കൂർ നേരം ഇരുത്തിയില്ലേന്ന്. അയാൾ 56 മണിക്കൂർ നേരം ഇരുത്തിയത് ഹെറാൾഡ് പത്രത്തിൻ്റെ പണം കട്ടതാ. ഹെറാൾഡ് പത്രത്തിൻ്റെ പണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണമാണത്. അതും കോൺഗ്രസ്സുകാരൻ തന്നെ കൊടുത്ത ആരോപണം, ഞങ്ങളാരും കൊടുത്ത ആരോപണമൊന്നുമല്ല. ഞങ്ങളതിലൊന്നും പറഞ്ഞിട്ടുമില്ല, ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് കള്ളത്തരം കാട്ടി അത് സ്വന്താക്കാൻ നോക്കി എന്നുള്ള ED കേസ് ഞങ്ങൾ കൊടുത്തതല്ല. അതിൻ്റെ മുകളിലാണ് വിളിച്ചത്. പിണറായിൻ്റെ മുകളിൽ ഏതാ കേസ്? സ്വർണ്ണം ആരുടെ കയ്യിലാണുള്ളതെന്ന്? എയർപോർട്ടല്ലേ, വിമാനമല്ലേ അല്ലേ? പിണറായി വിജയനാണോ വകുപ്പ് കൈകാര്യം ചെയ്ത്? പിണറായി ആണോ സ്വർണം കസ്റ്റംസ് കൈകാര്യം ചെയ്യുന്നത്? പിണറായി ആണോ? എന്നിട്ട് പറയുകയാണ് ഈ ഗവൺമെൻറ് പോയി BJP ഗവൺമെൻറ് സംസ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ സ്വർണ്ണക്കാരെ ഞങ്ങൾ പിടിക്കുമെന്ന് BJP. ഇതുപോലുള്ളൊരു വിഡ്ഢിത്തമൊക്കെ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞാൽ അവരൊക്കെ വിശ്വസിച്ചു പോകുന്ന നിങ്ങൾ വിചാരിക്കുന്നത്? വിചാരിക്കുന്നത് ഈ സംവാദം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള അങ്ങനെ ഒരു സംവാദം നടന്ന ഒരു ചരിത്ര സംഭവമല്ലേ? ഇപ്പോൾ അമേരിക്കയിൽ ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അങ്ങനെ വലിയ സംവാദം ലോകം മൊത്തം നോക്കുന്ന ഒരു സംവാദം അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ഗംഭീര സംഭവമായിരുന്നല്ലോ. സംവാദത്തിന് അയാൾ ചോദിക്കുന്ന ചോദ്യം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ആദ്യം തന്നെ ഗവൺമെൻറ്റിനോട് പറയട്ടെ. ഗവൺമെൻറ് മുഖ്യമന്ത്രി അതിനെതിരായി നന്നായി പ്രതികരിക്കും. എന്നിട്ടും അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ വീണ്ടും ചോദിക്കട്ടെ. അപ്പം വീണ്ടും മുഖ്യമന്ത്രി പറയും. എന്നിട്ടും ബോധ്യപ്പെടുന്നില്ലെങ്കിൽ വീണ്ടും ചോദിക്കട്ടെ, അല്ലെ ചോദിപ്പിക്കട്ടെ, അപ്പോഴും മറുപടി പറയും. ഇതാണ് സംവാദം. അല്ലാതെ മുഖത്തിങ്ങനെ നോക്കി ഇരുന്നിട്ട് കണ്ണ് നോക്കി പ്രേമിക്കലല്ല. പറഞ്ഞ മനസ്സിലായില്ലേ? ഇത് കോളേജിലെ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ നോക്കി ചിരിക്കുന്ന പോലെയാണോ ഇത്? സംവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ള എന്നോട് ചോദിക്കുക, ഞാൻ അതിന് മറുപടി പറയും. എന്നിട്ട് വീണ്ടും നിങ്ങൾ എന്നോട് ചോദിക്കുക, ഞാൻ മറുപടി പറയും. മുഖാമുഖം സംവാദമായിരുന്നില്ലേ കേരള നിയമസഭേൻ്റെ അവസാനത്തെ ദിവസം? കഴിഞ്ഞ 1ാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ഇവർ അവിശ്വാസ പ്രമേയം കൊടുത്തല്ലോ. 3.5 മണിക്കൂറാണ് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്. 3.5 മണിക്കൂർ. അത് കഴിയുന്ന സമയത്ത് എല്ലാം താള് വാടിയതുപോലെ പ്രതിപക്ഷം അങ്ങനെ തന്നെ തലകുനിച്ചു. ഒന്നിനും മറുപടി പറയാനില്ല. ഞങ്ങൾ പ്രതീക്ഷിച്ചു അവരെ അടിയന്തര പ്രമേയം കൊണ്ടുവരുമെന്ന്, അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമെന്ന് വിചാരിച്ചു ഗവൺമെൻറ്റിനെതിരായി. 4 മണി കിണ്ണത്തിന് മുട്ടുന്നത് പോലെ പിണറായി പറയായിരുന്നു മുഖ്യമന്ത്രി. പേടിച്ചനങ്ങിയില്ല, ഓടിപ്പോയി. നിയമസഭയിൽ നിന്ന് ഓടിപ്പോയി. ആ അവസരം ഉപയോഗിച്ചില്ല. സഹോദര, 18 അടിയന്തര പ്രമേയമാണ് ഈ ഗവൺമെൻറ് ചർച്ച ചെയ്തത്. 18. ആകെ 36 അടിയന്തര പ്രമേയ കേരളം രൂപീകരിച്ചതിന് ശേഷം ചർച്ച ചെയ്തിട്ടുള്ളൂ. അതിൽ 18 ഈ ഘട്ടത്തിലാണ്. ഒരഴിമതി ആരോപണം എഴുതി കൊടുത്തോ? എന്തു നിയമസഭയിൽ പറയാനുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ട്? ഒരു കടലാസിൻ്റെ അകത്ത് എഴുതിയാൽ കൊടുത്താൽ മതി. അഴിമതി ആരോപണം, ഒരഴിമതി ആരോപണം ഒരു കടലാസിൽ എഴുതി കൊടുക്കാതെ, മുഖ്യമന്ത്രിക്കെതിരായിട്ടൊന്നും പറയാതെ 5 വർഷം അവസരം കിട്ടി. ഒരു നോ കോൺഫിഡൻസ് മോഷൻ, അവിശ്വാസ പ്രമേയം പോലും അവതരിപ്പിക്കാതെ ഇപ്പോൾ പുറത്ത് വന്നിട്ട് പറയാം എനിക്ക് അഭിമുഖം വേണം. അഭിമുഖം ഇതാണ്. ചോദിക്കുക മറുപടി. അല്ലാതെ ഇയാൾ പറയുന്ന സ്ഥലത്ത് ഈ തിരക്കിൻ്റെ ഇടയിൽ പോയി നിന്നിട്ട് ഇങ്ങനെ മുഖം നോക്കാനോ? ഈ ബാലേട്ടൻ ഇത്രയും സംവാദങ്ങളൊക്കെ ഭയങ്കര ആസ്വദിക്കുന്ന ആളാണ്. താങ്കളാണെങ്കിൽ അങ്ങനെ ഒരു മുഖാമുഖം സംവാദത്തിന് റെഡിയാകുമോ? അല്ല, എനിക്ക് പിണറായിൻ്റെ അത്ര ജോലി ഉണ്ടെങ്കിൽ ഇത് എടുക്കും. ജോലി ഇല്ലയെന്ന് വിചാരിക്കുക, ഇത്രയും ജോലി ഇല്ലയെന്ന് വിചാരിക്കുക എങ്കിൽ അയാളല്ല, അതിനേക്കാൾ അപ്പുറം ഉള്ള ആൾ വന്നു കഴിഞ്ഞാലും ഞാൻ സംവാദത്തിന് തയ്യാറാവും. സംവാദത്തിന് അയാൾ ഇപ്പോൾ എന്തെന്ന അയാളെ കയ്യിലുള്ളത്? ലൈഫിൻ്റെ എല്ലാ കണക്കും എൻ്റെ കയ്യിലുണ്ട്. അയാളെ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ഒരൊറ്റ വീട് ഞാൻ പറയും ഇന്ദിരാവാസ യോജനയിൽ കൊടുത്തിട്ടില്ല. അതിൻ്റെ രേഖയാണ് എൻ്റെ കയ്യിൽ ഇവിടെ ഉള്ളത്. ഇപ്പോൾ അതാണ് ഞാൻ നിങ്ങളെടുക്ക കൊണ്ടുവന്ന്. ഒരൊറ്റ വീട് ഇന്ദിരാവാസ് യോജന 2011, 12, 13, 13, 14, 15 കൊടുത്തിട്ടേ ഇല്ല ഇന്ദിരാവാസ് യോജനയിൽ. പറഞ്ഞ മനസ്സിലായില്ല? കാശ് കൊടുക്കണമെന്ന് തീരുമാനിച്ച അവസാന ഘട്ടത്തിൽ പൈസയില്ല. എന്നിട്ടത് ഇലക്ട്രോണിക് ലെഡ്ജറിലേക്ക് പോയി. ഇടതുപക്ഷം വന്നു, എന്നിട്ടാണ് റിലീസ് ചെയ്ത് കൊടുത്ത് പണം. ഇടതുപക്ഷം വന്നതിന് ശേഷം അതെല്ലാ കണക്കും ഇപ്പോൾ അയാൾ ചോദിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പറയുമല്ലോ, ഞാൻ അതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല.
അല്ലെ ഞാൻ തന്നെ മറുപടി അങ്ങ് പറയുമായിരുന്നു. നമുക്കിപ്പോൾ മന്ത്രിയും MLA ഒന്നല്ലല്ലോ, അതുകൊണ്ട് നിങ്ങളെടുക്കുന്ന ഇപ്പോൾ അതിന് ഒരു മറുപടി പറയുമ്പോൾ ഒരു ആധികാരികത്വം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇന്ദിരാവാസ് യോജനയിൽ ഒരു വീടും വെച്ച് കൊടുത്തിട്ടില്ല. അന്ന് കുടിശ്ശികയുള്ള കാശ് ഒന്നാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലാണ് കൊടുത്തത്. ഞാൻ വേണ്ടിക്കണ്ട അതിൻ്റെ കണക്ക് നിങ്ങൾക്ക് തരാം. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കൃത്യമായ രാഷ്ട്രീയമാണ് മുതിർന്ന നേതാക്കളെല്ലാം തന്നെ പറഞ്ഞു വെക്കുന്നത്. സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്.